മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു സമൻസ് അയച്ചിരുന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. ഇപ്പോൾ പറയുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെ അമിത്ഷായോ ഒക്കെ സഹായിച്ചതാണ്, അവരെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പോയി കാണും. ഇതൊക്കെ വാസ്തവമുണ്ടോ? അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കാണണ്ടേ? ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. ഇടയ്ക്കിടയ്ക്ക് കാണും. എന്നുവെച്ചാൽ പിണറായി ഈ വർഷം എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഒരു തവണയെ മറ്റാകെ പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ നമുക്ക് കാര്യമുള്ള കാര്യമല്ല. ഇപ്പോൾ മമതാ ബാനർജി കാണാറുണ്ട്. മമതാ ബാനർജി മറ്റേ വിശേഷ ഉത്സവകാലം വരുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായ മധുരപലഹാരങ്ങൾ കൊടുത്തേക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 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 സംസ്ഥാനത്തെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധം. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടാൽ മിണ്ടത്തില്ല, ഞാൻ പടക്കമാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇരിക്കാൻ പറ്റുമോ? അത് ഇല്ലല്ലോ. അതങ്ങനെയാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ ഭാഗമായിട്ട് ഈ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും രാഷ്ട്രീയമായി തന്നെ ചില ബന്ധങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2023 വിവേക് കിരണ് ജോലി ഈ നോട്ടീസ് കിട്ടി അയച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിൽ അയച്ചു. വിവേക് അവിടെയല്ല, അദ്ദേഹം കേട്ടിട്ടുള്ളത് അബുദാബിയിലെ മറ്റോ HSBC ബാങ്കിലെ മറ്റോ ജോലി ചെയ്യുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും കാര്യമായി ലഭ്യമായിരുന്നില്ല. മുമ്പ് എനിക്ക് തോന്നുന്നത് വിവേകിനെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത് സ്വപ്ന സുരേഷ് ആയിരുന്നു തോന്നുന്നു, അല്ലേ? ആണ് തോന്നുന്നു. പിണറായിയുടെ മകൾ വീണയെക്കുറിച്ച് മാത്രം കേൾക്കുകയും വിവേകിനെക്കുറിച്ച് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അസ്വാഭാവികത പലർക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്നാണ് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2023 വിവേകിനെതിരെ ED നോട്ടീസ് അയച്ചിരുന്നു. EDയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന PK ആനന്ദ് നോട്ടീസ് അയച്ചു. ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിലേക്കാണ് വന്നത്. അത് വന്നില്ല. പിന്നെ നോട്ടീസ് വായിച്ചില്ല. വിവേക് ഹാജരായുമില്ല. കൊച്ചിയിലെ ഓഫീസിൽ വരണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് വാർത്ത ഇപ്പോൾ വരുന്നത്. ആ വാർത്ത ഇപ്പോൾ പൊന്തി വരുന്നതിന് പിന്നിൽ എന്തായാലും രാഷ്ട്രീയമുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ആ ED നോട്ടീസ് അയച്ച ആ സമയത്ത് തന്നെ വരണം. ഇതുപോലെ ED അയച്ച മറ്റൊരു നോട്ടീസുണ്ട്. ഇന്ന് വരെ മാധ്യമങ്ങൾ, നമ്മൾ മാത്രം റിപ്പോർട്ട് ചെയ്ത TG അതിൻ്റെ ഡോക്യുമെൻറ്റുമായിട്ട് വന്നിട്ട് നമ്മുടെ ഒരു ഷോയിൽ നമ്മൾ ചെയ്തിരുന്നു. അതായത് ED പോലീസ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു, വീണയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ED കത്ത് കൊടുത്തിരുന്നു. അത് ശരിക്കും കേസെടുക്കുക, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ ED കത്ത് കൊടുത്തു, പോലീസ് ഒന്നും ചെയ്തില്ല. പോലീസ് മേധാവിക്ക് കത്തയച്ചു. അതിൻ്റെ ഡോക്യുമെൻറ്റുമായിട്ട് TG ഒരിക്കൽ നമ്മുടെ ഫ്ലോറിൽ വരികയും നമ്മൾ പറയുകയും ചെയ്തു. അതിനകത്തൊരു കള്ളത്തരമുണ്ടായിരുന്നു. ED പറഞ്ഞു, എളവേ നീ വേണേൽ പോയി പിടി കേട്ടോ, അവർ കുഴപ്പം ചെയ്തിട്ടുണ്ട്, വേണേൽ പോയി പിടി എന്ന് പോലീസിനോട് പറഞ്ഞു. EDക്ക് വേണേൽ പിടിക്കായിരുന്നു. ED ചെയ്തില്ല. ED അത് ഷിഫ്റ്റ് ചെയ്തു. ആർക്ക്? കേരള പോലീസിന്. കേരള പോലീസ് അനങ്ങിയിട്ടില്ല, ഇന്നുവരെ അനങ്ങിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് ഡോക്യുമെൻ്റ് ഉണ്ട്. പക്ഷെ വിവേക് കിരണിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അമിത്ഷായെ പിണറായി വിജയൻ കണ്ടൂടെ? ഗഡ്കരിയെ കാണുന്നുണ്ടല്ലോ, പല മന്ത്രിമാരെ കാണുന്നുണ്ടല്ലോ. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കണ്ടു. നിർമ്മലാ സീതാരാമനുമായിട്ട് രാവിലെ ഗവർണറുടെ സാന്നിധ്യത്തിൽ കേരള ഹൗസിൽ വെച്ച് കണ്ടത് വലിയ വിവാദമായിരുന്നു. രാവിലെ അവർ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചു, ചായ കുടിച്ചു പിരിഞ്ഞു. അല്ലാതെ ED എന്ന് പറയുന്നത് അമിത്ഷായുടെ വകുപ്പല്ല, നിർമ്മലാ സീതാരാമൻ്റെ വകുപ്പാണ്. അതിനുശേഷം ഇടനിലയ്ക്ക് നിന്നതാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ, അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാരും ആർലേക്കറും തമ്മിൽ അടിയോടടിയല്ലായിരുന്നോ? അല്ലേ? കോടിയായിട്ടൊരു ബന്ധമല്ല ഉള്ളത്. സർവകലാശാല VC-മാരുടെ കാര്യത്തിലൊക്കെ സംഘർഷം വന്നു. അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ പരിശോധിക്കുകയായിരുന്നു. ഈ PMLA ആക്ടിലെ സെക്ഷൻ 50 പ്രകാരമാണ് നോട്ടീസ് അയക്കുന്നത്, സമൻസ് അയക്കുന്നത്. അതിലൊരു PMLA ആക്ടിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ EDയുടെ പ്രൊസീഡിങ്സിന് ഒരു ജുഡീഷ്യൽ കോടതിയുടെ സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ഒരു ED നോട്ടീസ് അയച്ചാൽ അതിന് കോടതി നോട്ടീസ് അയക്കുന്നതിന് സമാനമായ ഒരു ഇമ്പാക്റ്റാണുള്ളത്. അതങ്ങനെ വയലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. വയലേറ്റ് ചെയ്താൽ EDക്ക് ഒന്ന് പിടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ പല കേസുകളിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക്, സോണിയാഗാന്ധിക്കൊക്കെ ED നോട്ടീസ് വന്നിട്ടുണ്ട്. അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി പോയി കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഈ പറഞ്ഞ പോലെ ED നോട്ടീസ് അയച്ച് പിടികൂടുന്നതായപ്പോൾ അവർ കോടതിയിൽ പോയി ജാമ്യത്തിലാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിൽക്കുന്നത്. തട്ടിപ്പ് കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഇതിപ്പോൾ വസ്തുതയാണ്, പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ പറയത്തില്ല. തട്ടിപ്പ് കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളാണെന്നുള്ളത്. അപ്പോൾ EDക്ക് അതിന് അധികാരമുണ്ട്. പക്ഷേ ഒരു സമൻസ് അയക്കുന്നത് എപ്പോഴും പ്രതികൾക്ക് തന്നെ ആവണമെന്നില്ല. സാക്ഷിക്ക് സമൻസ് വരാറില്ലേ? വരുമല്ലോ. ഒരു കേസിൽ ഒരു അപകടം, ഒരു ക്രൈം നടന്നു, അതിൻ്റെ ചുറ്റുവട്ടത്ത് സാക്ഷിയാക്കുന്നവർക്കും കോടതി സമൻസ് വരും. നിങ്ങൾ കോടതിയിലേക്ക് വാ.
ഈ കോടതിയിൽ സാക്ഷിയായി പോകുന്നവർക്ക് സാക്ഷിപ്പടി എന്നൊരു വകുപ്പുണ്ട്, അറിയാം. യാത്രാ ചെലവ് കിട്ടും സാക്ഷിയാണെങ്കിൽ. അതൊന്നും ആരും ഒപ്പിട്ട് മേടിക്കാറില്ലെന്നേ ഉള്ളൂ. യാത്രാ ചെലവ് കൊടുക്കണം സാക്ഷിക്ക് എന്നാണ് നിയമം. ചെറിയ തുകയാണ്, ഒപ്പിട്ട് അതിൻ്റെ പിന്നാലെ നടന്നത് കിട്ടും. ഒരു ദിവസം മെനക്കെടുന്നതല്ലേ, എന്നാൽ പിന്നെ അത് മേടിക്കാൻ കൂടെ മെനക്കെടാം എന്ന് തീരുമാനിച്ചാൽ ആ ചെറിയൊരു തുക വാങ്ങിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഇടിക്കും അതുപോലെ എന്തെങ്കിലും വിവരം ലഭിക്കാൻ വേണ്ടി നോട്ടീസ് അയക്കാം. നമ്മുടെ തോമസ് ഐസക്ക് നോട്ടീസ് അയച്ചായിരുന്നു അല്ലേ? അതെ. നോട്ടീസ് അയച്ചപ്പോഴേ തോമസ് ഐസക്കിന് കുളിരും പനിയൊക്കെ വന്നു. തോമസ് ഐസക്ക് ഞാൻ പോകത്തില്ല, എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് കോടതിയിലൊക്കെ കയറി ഇ ഡി പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. കോടതി അവസാനം പോകണ്ടെന്ന് പറഞ്ഞു. ആ സമൻസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് സമൻസ് വേണമെങ്കിൽ ഇടിക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു ലീഗൽ പ്രോസസ്സിൻ്റെ ഭാഗമായി കോടതിയിൽ പോയി കഴിയുമ്പോൾ കോടതി വിലക്കി കഴിഞ്ഞാൽ ചെയ്യാം. പിന്നീട് ഒരാളെ വിളിച്ചു ഇ ഡി നോട്ടീസ് അയച്ചു എന്നതുകൊണ്ട് അയാൾ പ്രതിയാവണമെന്നില്ല. പ്രതി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഇ ഡി ഞാനൊരു സിനുവിൻ്റെ വിവരം എനിക്ക് കിട്ടണം, അതിനുവേണ്ടി സിനുവിന് നോട്ടീസ് അയച്ചു. ഒരു 15-ാം തീയതി വരാൻ പറഞ്ഞു. 10-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് ആ വിവരം എനിക്ക് വളരെ കൃത്യമായി വേറെ സോഴ്സിൽ നിന്ന് കിട്ടി. അപ്പോൾ എനിക്ക് വേണേൽ സിനുവിനുള്ള നോട്ടീസ് ക്യാൻസൽ ചെയ്യാം. അത് എനിക്ക് വേണ്ടുന്ന വിവരങ്ങൾ ഞാൻ ഗാദർ ചെയ്തു, ഞാൻ ഗ്രാബ് ചെയ്തു, എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇനി വരണ്ട എന്ന് തീരുമാനിക്കുന്നു, വിഡ്രോ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ടും ചെയ്യാം, രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടും നോട്ടീസൊക്കെ പിൻവലിക്കാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ ഒന്ന് പിടിക്കണം, പിണറായി വിജയനെ പിടിച്ചൊന്ന് ജയിലിലിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിണറായി അതുപോലെ കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ശബരിമല വിഷയം തന്നെയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മൂലം കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഏറ്റ ഒരു മുറിവ് മാരകമാണ്. എനിക്ക് തോന്നുന്നു അതാണ് പിണറായിയോടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വല്ലാത്തൊരു ദേഷ്യം എന്ന് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും ഈ ശബരിമല വിഷയം ഉണ്ടായതോടുകൂടി അതൊന്ന് കൂടിയിട്ടുണ്ട്. ഞാനിതിനിടയ്ക്ക് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, ഈ ശബരിമല വിഷയം ഇങ്ങനെ സംഭവിക്കുമ്പോൾ വേണേൽ തന്ത്രപരമായി പിണറായി വിജയനോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന് ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ശബരിമല തീവപ്പുണ്ടായല്ലോ 1950-ൽ തീവപ്പുണ്ടായി. അത് സംബന്ധിച്ച് കേശവ മേനോൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അത് പിന്നീട് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എം.എൻ. ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കും, കുറ്റവാളികളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ ഹിന്ദുക്കൾ പോയിട്ട് ശബരിമല എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും വികാരമാണ്, പോയി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു, സർക്കാർ അധികാരത്തിൽ വന്ന് പറ്റിച്ചു. റിപ്പോർട്ട് വെച്ചില്ല. എത്രയോ വർഷം പോയി, ഇപ്പോൾ 75 വർഷങ്ങൾ കഴിഞ്ഞു. 75 വർഷത്തിനിടെ ആ കേസിൽ ഒരു പ്രതിയെപ്പോലും ഒരു നോട്ടീസ് പോലും അയക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അതിൽ പരാമർശിക്കപ്പെടുന്ന ചില കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബങ്ങളുണ്ട്. കരിമ്പനാൽ കുടുംബം എന്ന് പറയുന്ന കുടുംബം. ആ കരിമ്പനാൽ കുടുംബത്തിൻ്റെ പിന്നീടുള്ളൊരവസ്ഥ, ഈ ആളുകൾ പറയും അയ്യപ്പ കോപം, ഈ വിധി സർക്കാർ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ലെങ്കിലും അതിലെ പല കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിലുണ്ട്, പുസ്തകങ്ങളായിട്ട് വന്നിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കുടുംബം, അവിടുത്തെ എസ്റ്റേറ്റ് കുടുംബമായ കരിമ്പനാൽ കുടുംബത്തിന് പങ്കുണ്ട് എന്നൊരു പരാമർശം ഇതിലുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ദുരന്തങ്ങളുണ്ടായി, വലിയ ട്രാജഡി ഉണ്ടായി. അവിടെ 2-3 വർഷം മുമ്പ് ഒരു വെടിവെപ്പുണ്ടായി, അവിടുത്തെ ഒരു ആൺസന്തതി കൊല്ലപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ ഒരു അയ്യപ്പ കോപം എന്നൊക്കെ ആളുകൾ പറയുന്ന തരത്തിലുള്ള ചില ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ കേരളത്തിൽ ഈ ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിൽ വലിയൊരു അടുപ്പമുണ്ടായി വരുന്നു എന്നുള്ള ആക്ഷേപം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് ബ്രേക്ക് ചെയ്യാൻ ഒന്നാന്തരം മാർഗ്ഗമാണ് പിണറായി വിജയൻ സർക്കാർ ഈ കേശവ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് ടേബിൾ ചെയ്യണം, സഭയിൽ വെക്കണം. സഭയിൽ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ശബരിമല തീവെക്കാൻ ശ്രമിച്ചതെന്നുള്ള വസ്തുത പുറത്തു വരും, ഔദ്യോഗികമായിട്ട് പുറത്തു വരും. അതോടുകൂടി വേണമെങ്കിൽ പറയാം ഈ BJP-ക്കാർ സഭയെ പിടിക്കാൻ നടക്കുന്ന ശ്രമം അബോർട്ട് ചെയ്യപ്പെടും എന്ന് വേണം പറയാം. ഇപ്പോൾ നമ്മുടെ വിഷയമല്ല, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ മകനെക്കുറിച്ച് നമുക്ക് വേറെ വോട്ട്സ് അറിയില്ല, എത്ര വയസ്സുണ്ടെന്ന് പോലും അറിയില്ല. 2019 ഒരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ആ സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നത് 36 വയസ്സെന്നാണ്. 2019 36 വയസ്സുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയായി? 6 വയസ്സ് വരെ കൂട്ടിയാണ് അല്ലേ, 42 വയസ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തിനാണ് വിവേകിനെ അന്ന് നോട്ടീസ് അയച്ചത് എന്ന് അജ്ഞാതമാണ്. പലരും പറയുന്നു SNC ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പണം, ലാവ്ലിനുമായി ബന്ധപ്പെട്ട് പിണറായി വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ ഇടപാട് നടന്നത്. അതുമായി ബന്ധപ്പെട്ട്
കമ്മീഷൻ മേടിച്ചോ കമ്മീഷൻ മേടിച്ചോ ബാങ്ക് വഴിയോ എന്നൊക്കെ പറഞ്ഞ് പല കഥ. ഇതൊക്കെ ഒന്നും തെളിവുള്ള കാര്യങ്ങളല്ല. പിന്നെയുള്ളത് ഈ ലൈഫ് മിഷൻ, അതുമായിട്ടുള്ള ഇടപാട്. റെഡ് ക്രസൻറ്റ് വഴി ഒരു 700 കോടി രൂപ വരും എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങളൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞു. അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല, ആ പണമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് പിന്നെയുള്ളത് ഈ പറഞ്ഞ അവിടെ അതിൽ ചില ഇടപാടുകൾ, അനധികൃതമായ കള്ളപ്പണം വെളുപ്പിക്കുന്ന പോലെയുള്ള ചില ഇടപാടുകൾ ലൈഫ് മിഷനിൽ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ എന്നും സംശയിക്കപ്പെടുന്നത്. ഏതായാലും ദുരൂഹമാണ്. വിവേക് കിരണിൻ്റെ ഒരു നല്ല ചിത്രം പോലും കിട്ടാനില്ലാത്തതുപോലെ തന്നെ ഈ നോട്ടീസ് വന്നത് എന്തിനാണെന്നും അറിയില്ല. അത് പിൻവലിച്ചത് എന്തിനാണെന്നും ആർക്കും അറിയില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇപ്പോൾ അത് വലിയ വാർത്തയാക്കുന്നു. എന്നാൽ ഞാൻ വീണയുടെ കാര്യം, വീണയ്ക്ക് കാര്യത്തിൽ പോലീസിന് ED കൊടുത്ത റിപ്പോർട്ട് മനോരമ വാർത്തയാക്കിയിട്ടില്ല. ഇനി മനോരമ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതെടുത്തിട്ട് വീണയ്ക്ക് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ ED പോലീസിനോട് പറഞ്ഞിട്ട് പോലീസ് അനങ്ങിയില്ല എന്നൊരു വാർത്ത കൊടുക്കാം. പക്ഷേ സത്യത്തിൽ ഇവർ അത് വലിയ അന്വേഷണാത്മക പത്രപ്രവർത്തനം, ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞിട്ടാണ് 2 വർഷം കഴിഞ്ഞ് അവതരിപ്പിക്കുന്നത്. അത്ര കേമന്മാരാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ കൊടുക്കാൻ വയ്യായിരുന്നു. അതെ, അന്ന് കൊടുത്തില്ല, അന്ന് കിട്ടിക്കാണത്തില്ല. ഇപ്പോൾ കൊടുക്കുന്നതിനകത്ത് ഒരു വിവാദമാണ്. എല്ലാം കഴിഞ്ഞ് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന പോലാണ്. ഏതായാലും പിന്നെ ഈ BJPക്കാർക്ക് ഇത് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു സ്വകാര്യം പറയട്ടെ. എനിക്ക് പിണറായി ഒരു പ്രാവശ്യം കൂടെ അധികാരത്തിൽ വരുന്നത് ഇഷ്ടമാണ്. എന്താ, ഞാൻ ഈ ഷാജിയുടെ ഒക്കെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയല്ലേ. KM ഷാജി എന്താ പറഞ്ഞ്, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് ഭരണം കിട്ടാൻ വേണ്ടി നമുക്ക് അടുത്ത പ്രാവശ്യം UDF ജയിപ്പിക്കണം. ഭരണം കിട്ടേണ്ടത് ഇവിടുത്തെ ഒരു സമുദായത്തിനാണോ? അല്ലല്ലോ. അല്ല. ക്രിസ്ത്യാനിക്ക് അധികാരം മുഴുവൻ കിട്ടാൻ വേണ്ടി അടുത്ത പ്രാവശ്യം LDF ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ബാക്കിയുടെ വോട്ട് ചെയ്യോ? ഈ പറഞ്ഞ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമോ, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന മതമാണ് എനിക്ക് വലുത് എന്ന് പറയുന്ന ആളുകൾ കേരളം ഭരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. രണ്ടാമത് ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം നമ്മൾ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബൃഹത്തായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതികൾ, വലിയ പദ്ധതികൾ, ഇപ്പം നാഷണൽ ഹൈവേ പിണറായി വന്നതിന് ശേഷമല്ലേ ഹൈവേക്ക് വേഗത ഉണ്ടാകുന്നത്. അതെ. അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്, എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് റോഡിന് വീതി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് മാറിയിട്ട് പിണറായിക്ക് മുടങ്ങും ഫ്ലക്സ് അടിക്കുന്ന ചിലവ് മാത്രമേ വരുമാനമുള്ളെങ്കിൽ പോലും ഈ ലാൻഡ് അക്വയർ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ കേരള സർക്കാർ അതിവേഗത്തിൽ നടപടിയെടുക്കുന്നുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ സഖാവ് രാജീവ് ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്തതാണെങ്കിൽ പോലും അധികാരത്തിൽ വന്നപ്പോൾ അവർ നടപ്പാക്കി. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒക്കെ നന്നായി നടക്കാൻ പിണറായി അല്ലെങ്കിൽ CPM അധികാരത്തിലിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്നറിയോ, UDF ആണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നിരിക്കട്ടെ, ഹൈവേ പദ്ധതി വരുന്നു, CPM സമ്മതിക്കുമോ? 100,000 കാര്യം പറഞ്ഞ് സമരം ചെയ്യും. അതെ, സമരത്തോട് സമരമായിരിക്കും. കുടിയിറക്കപ്പെടുന്ന നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ ഈ തല്ലിപ്പൊളിയായ പിള്ളേരെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മോണിറ്ററാക്കും. നീ വർത്താനം പറഞ്ഞിട്ട് പേരെഴുതി വെച്ചേക്കാൻ പറയും. അവനും മിണ്ടത്തില്ല, മറ്റുള്ളവരുടെ പേരെഴുതി വെക്കും എന്ന് പറയുന്നത് പോലെ കേരളം വികസിക്കാൻ നല്ലത് CPM അധികാരത്തിലിരിക്കുന്നത്. കാരണം അതുകൊണ്ട് ഒരു പദ്ധതിക്കും ഇവർ കോലിടത്തില്ല. ഇപ്പം നോക്കുകൂലി എന്ന് പറഞ്ഞാൽ പിണറായി അവൻ്റെ തല വിട്ടും ഇല്ലേ. എൻ്റെ ഭരണകാലത്ത് നോക്കുകൂലി പാടില്ലെന്നാണ് പറഞ്ഞത്. അത് നേരെ പ്രതിപക്ഷ UDF ഭരിക്കുന്ന സമയമായിരുന്നെങ്കിലോ മൊത്തമായിരിക്കും. ഇപ്പോൾ വണ്ടി തടയിലില്ല, കൊടികുത്തലില്ല, ഒന്നുമില്ല. അപ്പോൾ കേരളത്തിന് നല്ലത് പിണറായി ഭരിക്കുന്നതാണ്, CPM ഭരിക്കുന്നതാണ്. കാരണം ഇവന്മാരുടെ ശല്യം ഒഴിവായി കിട്ടും. അപ്പോൾ ഏതായാലും ഈ വിവേക് കിരണിൻ്റെ കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട്. ദുരൂഹത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു നോട്ടീസ് ED പിൻവലിക്കുന്നത് സ്വാഭാവിക നടപടിയാണ്. EDക്ക് ബോധ്യപ്പെട്ടാൽ പിൻവലിക്കാം, അത് വലിയ വിവാദമൊന്നുമല്ല. ഞാനിപ്പോൾ ആലോചിക്കുന്ന ദുരൂഹത എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തിനാണ് ഈ വാർത്ത 2 വർഷത്തിന് ശേഷം കുത്തിപ്പൊക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിലാണ് വലിയൊരു ദുരൂഹത. കാരണം എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് സംസ്ഥാന സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കാനുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് രാഷ്ട്രീയമാണ്, ഉറപ്പായിട്ടും ഉണ്ടാവും. ഓൾറെഡി കുറേ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു വിവാദം കൂടെ കൊണ്ടുവരാം. അതോ ഇനി സ്വർണ്ണക്കള്ളക്കടത്തല്ല, ശബരിമലയിലെ സ്വർണ്ണമോഷണം അടക്കമുള്ള സംഭവങ്ങൾ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വിഷയം ഒന്ന് മാറ്റാൻ വേണ്ടി പിണറായിയുടെ മകന് ED നോട്ടീസ് അയച്ചിരുന്നു, അത് അട്ടിമറിച്ചു എന്ന് ചർച്ച CPM കൂടെ സ്പോൺസർ ചെയ്യുന്നൊരു വാർത്തയാണെങ്കിലോ? കാരണം അതിലൊന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല, അത് ED തന്നെ ഡ്രോപ്പ് ചെയ്തതാണ് എന്ന് വരുമ്പം വിവേക് കിരണും പിണറായിക്കും ഒന്നും പറ്റാനില്ല. പക്ഷേ മാധ്യമങ്ങൾ മുഴുവൻ അതിൻ്റെ പിന്നിൽ പോകുമ്പം ഈ ശബരിമലയിലെ എല്ലാ ദേവസ്വത്തിൻ്റെ, ഭഗവാന്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണക്കൊള്ള, അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച വിവാദം മാറിപ്പോകുമോ? അങ്ങനെയും വരാം. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഏതായാലും വിവേക് കിരൺ എൻ്റെ അഭിപ്രായത്തിൽ നല്ല വൃത്തിയായി അബുദാബി പോയി ജോലി ചെയ്ത് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ
അച്ഛൻ്റെ കൂടെ ഒരു ഫോട്ടോ പോലും കാണുന്നില്ല. ഇവിടെ വന്നിട്ട് ആരെങ്കിലും പോലീസുകാരെ വിളിച്ച് വരട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ലേ മന്ത്രിമാരുടെ മക്കളൊക്കെ റോഡിലിറങ്ങി ഞാൻ മന്ത്രിയുടെ മകനാണ് കാണിച്ചു തരാം. അതൊന്നും പിണറായിയുടെ മകൻ ചെയ്യുന്നില്ല. അദ്ദേഹം ഇതിലൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ വിട്ടുകൂടെ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.